ഭക്തമിത്രങ്ങൾക്ക് നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് പ്രശസ്ത പിന്നണി ഗായകനും അതോടൊപ്പം തന്നെ നമ്മുടെ ശുഭാനന്ദ കീർത്തനമായ തപോവാസൻ എന്ന ഗാനം ആലപിച്ച രമ്യ രാമനാണ്. അവർക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. നമ്മുടെ തപോവാസൻ എന്ന ശുഭാനന്ദ കീർത്തനം വളരെയധികം ട്രെൻഡിങ് ആയി നമ്മുടെ ആൽബം സംഘത്തിന്റെ എല്ലാ ഭാഗങ്ങളും എത്തിയിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുകയുണ്ടായി ആ കീർത്തനം പാടിയ ആളെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന്. അതോടൊപ്പം തന്നെ ചേട്ടന്റെ ഇപ്പോൾ ഏറ്റവും അടുത്ത കാലത്ത് ഇറങ്ങിയ മന്ദാകിനി എന്ന ചിത്രത്തിൽ ചേട്ടന്റെ പാട്ട് വളരെയധികം ഹിറ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഇപ്പൊ നമ്മുടെ ആ കീർത്തനത്തെ കുറിച്ചും അതിനുശേഷം ഉണ്ടായ അനുഭവങ്ങളെ കുറിച്ചും ഒന്ന് എന്താണ് നമ്മുടെ ഭക്തമിത്രങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താവോ? തീർച്ചയായും പറയാന്നുണ്ടെങ്കിൽ ആ പാട്ട് നമ്മൾ പാടിയപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന എൻ്റെ ഒരു ഗുരുനാഥൻ, അതുപോലെ എൻ്റെ ഒരു ചേട്ടൻ മോഹനേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ ആ പാട്ട് പാടിയത് മൊത്തം. ചേട്ടൻ ഇങ്ങനെ സാധനമുണ്ട്, നമ്മൾ ആ ഗുരുദേവനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ പാട്ട് പാടിയത്. അപ്പോൾ കഥ എല്ലാം വ്യക്തമായിട്ട് അദ്ദേഹം എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നതിന് ശേഷമാണ് എനിക്ക് ആ പാട്ടിൻ്റെ വരികളൊക്കെ എനിക്ക് തന്നത്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് അതിനറിയാൻ ശ്രമിച്ചു. എനിക്ക് തോന്നുന്നു ഒരു തപോവാസൻ ആൽബം ഇറങ്ങിയ സമയത്ത് പറയുകയുണ്ടായി അടുത്തൊരു പാട്ട് വളരെയധികം ഹിറ്റായി മാറും, അടുത്തൊരു സിനിമയിൽ വലിയൊരു ചാൻസ് കിട്ടുമെന്ന് പറയുകയുണ്ടായിട്ടുണ്ട് അല്ലേ? അതിനുശേഷമാണ് ഇപ്പം മന്ദാകിനി എന്ന ആ പടത്തില് വളരെ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് യൂട്യൂബിലൊക്കെ പോവുകയാണ്, ശരിയല്ലേ? അപ്പം എന്താണ് അതിനുശേഷമുള്ള അനുഭവം? അതായത് നമ്മുടെ ഈ തപോവാസൻ എന്ന ആൽബത്തിൽ അല്ലെങ്കിൽ തപോവാസൻ എന്ന കീർത്തനം പാടിയതിനു ശേഷം ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ ഒന്ന് പറയാമോ? എന്തൊക്കെയായിരുന്നു? അല്ല, നമ്മുടെ പാട്ടുകള് എന്ന് പറഞ്ഞില്ലേ, അതിനു മുന്നും നമ്മൾ അനുഷ്ഠാനപരമായ പാട്ടുകൾ പാടിയിട്ടുണ്ട്, അനുബന്ധിച്ചുള്ള പാട്ടുകൾ പാടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ കാരണന്മാരെ കാണുന്ന പോലെ തന്നെയാണ് ഈ തപോവാസൻ പാട്ട് പാടിയപ്പോഴും എനിക്ക് തോന്നിയത്. കാരണം അതായിട്ട് നമ്മൾ അറ്റാച്ച്ഡ് ആണ്, മൊത്തം അറ്റാച്ച്ഡ് ആയിട്ടാണ്. നമ്മൾ തൊട്ട് നമ്മുടെ കാരണന്മാരാണ്. ഇപ്പൊ എനിക്ക് എന്റെ വലിയച്ഛൻ തരുന്ന പാട്ട്, അതുപോലെയാണ് മോഹനാട്ടിക്ക് ആ പാട്ട് വന്നപ്പോ ഞാൻ ആ മനുഷ്യനെ പഠിക്കുമായിരുന്നു. സത്യമായിട്ടും അങ്ങനെ മുഴുകിട്ട് തന്നെ പാടിയിരുന്നു. അപ്പൊ അത് നമ്മളതിന്റെ ഒരു ട്യൂണിലാണെങ്കിൽ ആ ട്യൂണിൽ ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരുപാട് വരികളായിരുന്നു. ആ വരികള് നമ്മൾ അനുഭവിച്ച് പാടുകയായിരുന്നു മൊത്തം. അത് ഈ സ്റ്റുഡിയോയിൽ നിൽക്കുമ്പോ തന്നെ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ പാട്ട് ഒരു രണ്ട് ലൈൻ നമ്മുടെ മിത്രങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടാവോ? ആ പാടാലോ, കുഴപ്പമില്ല. നാടു വിട്ടേ വീടു വിട്ടേ കൂട്ടരെയും വിട്ടിറങ്ങി 12 വയസ്സുമായ താനേകനായി യാത്രയായി തനദിനദാന തകതാര തിനതാര തനദിനതാര തകതാര തിനതാര. ചേട്ടാ, നമ്മുടെ തപോവാസൻ എന്ന ആൽബത്തിന് ശേഷമാണ് മന്ദാകിനി എന്ന ഒരു സിനിമയിൽ പാടുവാൻ അവസരം കിട്ടിയിരിക്കുന്നത്. അതിലേക്ക് ഉണ്ടായ വഴി എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് ആ പടത്തിലേക്ക് എത്തിപ്പെട്ടത്? ഈ തപോവാസൻ പാട്ട് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ഞാൻ ഒരു റെക്കോർഡ് സ്റ്റുഡിയോയിൽ പാടിയ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തപോവാസനായിരുന്നു. അത് പക്കായിട്ട് ആ നാടൻപാട്ട് ഫോക്ക് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മള് അതിലേക്ക് ആ വഴികൾ വന്ന് പിന്നെ സിനിമ വിളിക്കുന്നു. സിനിമയിൽ നമ്മൾ പാടാനായിട്ട് നമ്മള് എന്താ പറയാ, നമുക്ക് പാട്ട് എഴുത്തിനെ വിളിക്കണേ. അപ്പൊ നമ്മൾ ഓൾറെഡി നീരജ പോലുള്ള സിനിമകളിൽ നമ്മൾ എഴുതുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ പാട്ട് കഴിഞ്ഞിട്ട് അതുപോലെ അവര് എഴുതാൻ പറഞ്ഞു. ബിപിൻ അശോക് എന്നെ വിളിച്ചത്, എന്നെ സുഹൃത്താണ്. അതുകൊണ്ട് പുതിയ പടം കിട്ടിയിട്ടുണ്ട്, നിമിത്തം ഒരു പാട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു എഴുത്തല്ലേ, നമ്മുടെ മേഖല എഴുത്താണെന്ന്. അപ്പോൾ പറഞ്ഞു അങ്ങനെ എഴുതെന്ന് പറഞ്ഞപ്പോൾ ശരി, കുഴപ്പമില്ല, ഞാൻ എഴുതി തരണം, കുഴപ്പമില്ല. അപ്പോൾ ആ പാട്ട് ഓൾറെഡി ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ടൈമിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് നൈറ്റൊക്കെ നിൽക്കുമ്പോൾ, അവിടെ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ നിൽക്കുമ്പോൾ നമ്മൾ വാർഡിലൊക്കെ ആയിരിക്കും നമ്മൾ ഡ്യൂട്ടി ഉണ്ടാവും. ഒരു 9 മണി 10 മണി ടൈമിലൊക്കെ നമുക്ക് ഭയങ്കര ഫ്രീ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ പിന്നെ നമ്മൾ ആ ടൈമിൽ മൊത്തം പിന്നെ പാനും പേപ്പർ ആയിരിക്കും നമ്മുടെ കയ്യിൽ. എപ്പോഴും പോക്കറ്റിൽ ഒരു പാനും പേപ്പർ ഉണ്ടായിരിക്കും എഴുത്തുകളിലേക്ക്. അപ്പോൾ ആ സാധനത്തിൽ പുറത്ത് നമ്മളിങ്ങനെ കുഞ്ഞു വരികളൊക്കെ കിട്ടുന്ന എഴുതിരും. അപ്പോൾ അവൻ ഈണം അയച്ചിട്ടുണ്ടായിരുന്നു. ഈണം കറക്റ്റായിട്ട് അവൻ അയച്ചിട്ട് ബിബിൻ അയച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ശരി നോക്കട്ടെ. അപ്പൊ ഓരോന്ന് എഴുതിട്ട് അവൻ അയച്ചു കൊടുക്കും. അപ്പൊ ഇത് ഓക്കെ ആണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് മറുപടി കിട്ടും. അതുകൊണ്ട് ഇത് ഓക്കെ, കുഴപ്പമില്ല, ഇത് മാറ്റണം അത് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് കറക്റ്റായിട്ട് പറയും. അങ്ങനെ പതുക്കെ അത് ഫുള്ളാക്കാനുള്ളൊരു. ഞാൻ ഫസ്റ്റ് എഴുതിയപ്പോ എനിക്ക് ഭയങ്കര കടുകെട്ടിയ വാക്കുകളായിരുന്നു.
അപ്പൊ അത് അവര് പറഞ്ഞു അത് രമ്യത്തത് സാധാരണക്കാരന് മനസ്സിലാവുന്ന ഒരു വാക്ക് അങ്ങനത്തെ സാധനം വേണം. പക്ക സാധാരണക്കാരന് മനസ്സിലാവുന്ന സാധനങ്ങളാണ് നിങ്ങൾ എഴുതി പോവാറുള്ളത്. പിന്നെ അവിടുന്ന് പറഞ്ഞു കുറച്ചും കൂടി ലളിതമാക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ ലളിതമാക്കിയ സാധനമാണ് ഇപ്പൊ ഈ ഉള്ളം തുടിക്കുന്നത്. മുന്നേ ഇതൊക്കെ മറ്റേ അന്ത്യനിലാവും ഉന്തി ഉണർത്തുന്ന ചെമ്പാവ് ചുവപ്പുള്ള പെണ്ണുകൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഈ പാട്ട് എഴുതിയത്. അതിനെ ഞാൻ കുറച്ചും കൂടി ലളിതാക്കാൻ പറഞ്ഞപ്പോ ഉള്ളം തുടിക്കണ്, കണ്ണ് തിരയണ്, അങ്ങനത്തെ ഒരു വാക്കുകൾ കിട്ടി. ആ സിറ്റുവേഷനൊക്കെ പറഞ്ഞു വന്നപ്പോ അതിലേക്ക് മാറി വന്നതാണ്. പിന്നെ അത് ഞാൻ ഓൾറെഡി ഞാൻ പറയില്ല, ഇപ്പൊ ഈ പാട്ട് പാടിയതിന്റെ പുറത്താണ് മൊത്തം നമുക്ക് നമ്മുടെ പാട്ട് അതിന്റെ ഒരു ആ പാട്ട് പാടി അവസാനിച്ച ടൈമിൽ ടക്കടക്ക് നമുക്ക് മന്ദാകിനിലെ 2 ലൈൻ ഒന്ന് പാടാവോ? തീർച്ചയായും. വിണ്ണാണ് മണ്ണാണ് പൂവാണ് മണമാണ് കാവാണ് കാറ്റാണ് കാവിലെരിയണ തീയാണ് കാവിലെരിയണ തീയാണ് ഇന്നി മാറനിവനോ കാത്തിരിക്കണ മാടപ്രാവത്ത പെണ്ണാണ് തക താരത്തെയ്തൈ തെയ്തൈ താരു താരത്തെയ്തൈ തെയ്താരു തക താരത്തെയ്തൈ തെയ്തൈ താരു താരത്തെയ്തൈ തെയ്താരു. ചേട്ടൻ ഏത് സമിതിയിലാണ് ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പം കരിന്തലക്കൂട്ടം വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു സമിതിയാണ്. കാരണം നമ്മള് കണ്ടും കേട്ടും ചെയ്തും പിടിച്ചു പോരുന്ന ഒരു അങ്ങനെയാണ് നമ്മുടെ ആശാനായിട്ട് രമേശേട്ടൻ പറഞ്ഞു തന്നിട്ടുള്ളൊരു. അപ്പൊ അത് അനുസരിച്ച് പോകുന്ന ഒരാൾക്കാരാണ്. ഇപ്പൊ അതിപ്പോ ഇത് സിനിമക്കാര് വിളിക്കുകയും എന്നല്ലേ വിളിക്കുക കൂടുതൽ. അത് കരിന്തലക്കൂട്ടത്തിലേക്കാണ് ഞാൻ കൂടുതൽ വിളിക്കുന്നത്. കാരണം എനിക്കൊരു തലം ഉണ്ടാക്കിയത്, എനിക്കൊരു സ്പേസ് ഉണ്ടാക്കിയത് ആ കരിന്തലക്കൂട്ടം എന്നൊരു തലം മാത്രം. രമ്യതേടാ, ചേട്ടന്റെ ആദ്യത്തെ പാട്ട് ഹിറ്റായ ഒരു പാട്ടെന്ന് പറഞ്ഞാൽ കണ്ണോണ്ടങ്ങനെ നോക്കല്ലേ പെണ്ണ എന്നൊരു പാട്ടായിരുന്നു. കാരണം അതൊക്കെ യൂട്യൂബിലും അതുപോലെ റീൽസിലൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് വൈറലായി. ഒരുപാട് സെലിബ്രിറ്റീസ് ആളുകളാണെങ്കിൽ പോലും അവരെല്ലാവരും തന്നെ ആ പാട്ട് ഏറ്റെടുത്തു. ആ പാട്ടാണ് ആദ്യം ഹിറ്റാകുന്നത്. അതിനെക്കുറിച്ച് എന്താണ് ചേട്ടന്, എങ്ങനെയാണ് ആ പാട്ട്? കാരണം ഈ പാട്ട് പാടി കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷമാണ് ആ പാട്ട് ഹിറ്റാകുന്നത്. അതെങ്ങനെയായിരുന്നു ആ പാട്ടിലേക്ക് എത്തിച്ചേർന്നത്? അത് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ക്രൈസ്റ്റ് കോളേജിൽ ഞാൻ പഠിച്ചായിരുന്നു. 2010-2011 കാലഘട്ടത്തിലാണ് ഞാൻ പഠിച്ചത്. കോളേജിൽ പാസ് ഔട്ട് ആവുന്നുണ്ട്. അപ്പം ആ കാലഘട്ടത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് പറയാൻ ഒരു കൊച്ചിനോട്, ഒരു പെൺകുട്ടിയോടൊരു ഇഷ്ടം തോന്നിയിരുന്നു. അതായത് ആ കോളേജിൽ പഠിക്കുന്ന ഒരു കാലത്തുണ്ട്. അത് ആ ഇഷ്ടത്തിന്റെ പുറത്ത് എഴുതിയൊരു പാട്ടാണ് കണ്ണോണ്ട് എങ്ങനെ നോക്കില്ല പെണ്ണുള്ളത്. ആ പെൺകുട്ടിയെ കുറിച്ച് എഴുതിയ പാട്ടാണ്. ആ പാട്ടുകളാണ് ഇപ്പൊ നമുക്ക് സിനിമകളിലൂടെയും അതുപോലെ തന്നെ യൂട്യൂബ് റീൽസുകളിലൂടെ അത് പിന്നെ കഴിഞ്ഞപ്പോ 41 സിനിമയില് ലാൽജു സാറിന്റെ 41 സിനിമയില് ഈ ശരൺ ചേട്ടനാണ് ആ പാട്ട് അഭിനയിച്ച് പാടട്ടെ എന്ന് ചോദിച്ചിട്ടാണ് വിളിച്ചത്. കാരണം ആ പാട്ട് എല്ലാവരും ഏറ്റെടുത്തിരുന്നു. അതിന്റെ മുന്നിൽ ടിക്ടോക്ക് പോലുള്ള ഒരു മാധ്യമത്തിലൂടെ ആ പാട്ട് ഹിറ്റാക്കിയത് ടിക്ടോക്ക് എന്ന് പറഞ്ഞ അതിലുള്ള കാരണം കൊണ്ടാണ് ആളുകൾ ഏറ്റെടുത്തു തുടങ്ങി, സ്ത്രീകൾ ഏറ്റെടുത്തു തുടങ്ങി. കാരണം അതിന്റെ വരികള് 4 വരി അങ്ങനത്തെ ഒരു വരികളായിരുന്നു ഫസ്റ്റ് വരി എടുക്കുന്നത്. കണ്ണുകൊണ്ടങ്ങനെ നോക്കില്ല പെണ്ണെ. അപ്പൊ അവർക്കൊക്കെ വ്യക്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വരികളായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, മരം എന്നൊരു നാട്ടുവാദ്യം ഇവിടെ കേരളത്തില്, മധ്യ കേരളത്തിന്റെ ഒരു പറയ സമുദായത്തിൽപ്പെട്ടവന്റെ ഒരു നാട്ടുവാദ്യം. ആ നാട്ടുവാദ്യത്തിൽ ഒരു പാട്ട് പാടണം എന്ന് ഭയങ്കര ആഗ്രഹം. ഒരു ആദ്യമായിട്ടൊരു പാട്ട് പാടിയത് ആ മരത്തിൽ തന്നെയായിരുന്നു. കണ്ണോണ്ടങ്ങനെ നോക്കല്ലേ. ആ പാട്ടും കൂടെ നമുക്ക് വേണ്ടി ഒന്ന്. താനോ താനന്ദിനന്താന് താനോ താനന്ദിനന്താന് താനോ താനന്ദിനന്താന് തന്തിന്നാന് കണ്ണോണ്ടങ്ങനെ നോക്കല്ലേ പെണ്ണ് നിന്നു ചിരിക്കല്ലേട് മുന്നോടെ എനിക്കെന്തോന്നു തോന്നുന്നേട് മുട്ടോളം മുടിയുള്ള പെണ്ണ് മുല്ലപ്പൂ നിറമുള്ള പെണ്ണ് നിന്നോടെ എനിക്കെന്തോന്നു തോന്നുന്നേട് താനോ താനന്ദിനന്താന് താനോ താനന്ദിനന്താന് താനോ താനന്ദിനന്താന് തന്തിന്നാന്. ചേട്ടാ, പിന്നെ വീട്ടുവിശേഷങ്ങൾ പറഞ്ഞില്ല. ആ കണ്ണോണ്ടങ്ങനെ നോക്കല്ലേ പെണ്ണെ, അതിനുശേഷം കല്യാണമൊക്കെ കഴിഞ്ഞോ? ഇപ്പൊ എങ്ങനെയാണ്, വീട്ടിലാരൊക്കെ ഉണ്ട്? അത് കണ്ണോണ്ടങ്ങനെ കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു. എൻ്റെ അല്ല, ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു, ഒരു കുട്ടിയായി.
പിന്നെ പിന്നെ എൻ്റെ വീട്ടില് അമ്മയുണ്ട്, അച്ഛൻ മരിച്ചു, ഞാൻ മരിച്ചതാണ്. ആ. പിന്നെ ചേട്ടനുണ്ട്, ഞാൻ ചേട്ടൻ, പിന്നെ ഒരു ഏട്ടത്തിൻ്റെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞു കുട്ടിയുണ്ട്, ചേട്ടൻ്റെ കുട്ടി. 1 വയസ്സ് ആയിട്ടുള്ളൂ. രമ്യതയുടെ വളരെയധികം സന്തോഷം. നമ്മളുടെ ഭക്തസംഗമം യൂട്യൂബ് ചാനലിൽ 15,000 സബ്സ്ക്രൈബേഴ്സായ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനും അതോടൊപ്പം തന്നെ ആ ചരിത്ര കാര്യങ്ങളിലൊക്കെ നമ്മളൊപ്പം പങ്കുചേർന്നതിൽ വളരെയധികം സന്തോഷം. ഇനിയും ഉയരങ്ങളിൽ എത്തുകയും അതുപോലെ തന്നെ അടുത്ത പുതിയ പുതിയ സിനിമകളിൽ അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയും അതോടൊപ്പം തന്നെ ഗുരുദേവനോട് എല്ലാവിധ പ്രാർത്ഥനകളും അറിയിക്കുകയാണ്. അവസാനമായി ഗുരുദേവന്റെ ഒരു പാട്ടോട് കൂടി നമുക്ക് ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാം. ഏറ്റവും ഇഷ്ടമായ ഗുരുദേവന്റെ ഒരു പാട്ട് ഏതാണ്? തീർച്ചയായും അതായത് പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് പാടി കളിപ്പിക്കാം. കേൾക്കണോ കേൾക്കണോ എൻ്റെ ലോകരു കൂട്ടോ, കേൾക്കണോ കേൾക്കണോ എൻ്റെ ലോകരു കൂട്ടോ, എൻ്റെ കൂലത്തേലിത്തറ താഴ്ത്തിയതാരോ, എൻ്റെ കൂലത്തേലിത്തറ താഴ്ത്തിയതാരോ, ഞാനിത്തറ താണവനാണെന്നാരു പറഞ്ഞേ, ഞാനിത്തറ താണവനാണെന്നാരു പറഞ്ഞേ, ആനന്ദം പരമാനന്ദമാണ് എൻ്റെ കുടുംബോ, ആനന്ദം പരമാനന്ദമാണ് എൻ്റെ കുടുംബോ, എൻ്റെ കുടുംബത്തിൽ ഞാനൊന്നു തുള്ളിത്തെളിയേ, എൻ്റെ കുടുംബത്തിൽ ഞാനൊന്നു തുള്ളിത്തെളിയേ, കേൾക്കണോ കേൾക്കണോ എൻ്റെ ലോകരു കൂട്ടോ, കേൾക്കണോ കേൾക്കണോ എൻ്റെ ലോകരു കൂട്ടോ. ഇങ്ങനൊരു ശുഭാനന്ദ ഗുരുദേവന്റെ ഈ ഒരു എളിയ വേദിയിൽ എനിക്ക് ഒരു അവസരം കിട്ടിയതിൽ, അതൊരു എന്നെ പോലുള്ളൊരു കൊച്ചു കലാകാരനെ ഇതിൽ ഇങ്ങനെ ഉൾപ്പെടുത്തിയതിൽ, നിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ കൂട്ടിയതിൽ, ഈ കൂട്ടാളികളോടൊപ്പം എല്ലാ കൂട്ടാളികളോടും എൻ്റെ കൂടപ്പിറപ്പുകളായ എല്ലാ കൂട്ടാളികളോടും ഒരുപാട് നന്ദി ഞാൻ ഈ വേളയിൽ അർപ്പിക്കുകയാണ്. ഭഗവാൻ ബ്രഹ്മശ്രീ ശുഭാനന്ദ ഗുരുദേവതയുടെ ആദർശ പ്രചരണാർത്ഥം ഭക്തസംഗമം യൂട്യൂബ് ചാനൽ 15,000 സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ തപോവസന എന്ന ആൽബം വളരെയധികം ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ മീഡിയ ഡയറക്ടർ അരവിന്ദ് മോഹൻ ചേട്ടന് ഒരു മൊമെന്റ് തന്ന് ആദരിക്കുകയാണ്.